കളയാൻ പറ്റില്ല. അപ്പൊ അത് നിയമപ്രകാരം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ സിവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റില് അവിടെ എത്തിക്കണം. മുനിസിപ്പാലിറ്റിയിലെ നീക്കി ഞങ്ങൾ അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. നാളെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ നാളെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇല്ലെങ്കിൽ നാളെ രാവിലെ വീണ്ടും ഇടുമല്ലോ. സുരക്ഷിതമായ ഒരു ഞങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടും. മറുപടി അല്ല, അതിന് വേണ്ടുന്ന ഒരു സംവിധാനം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. പുനലൂർ KSRTC ബസ് ഡിപ്പോയിലെ നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷൻ ഒരാഴ്ചയായി പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച BJP നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. കംഫർട്ട് സ്റ്റേഷൻ എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കുക, ബദൽ സംവിധാനം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJP പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിയെ ഉപരോധിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് യാത്രക്കാരാണ് പുനലൂർ KSRTC ഡിപ്പോയിൽ ദിനംപ്രതി വന്നു പോകുന്നത്. കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തനരഹിതമായത് നിരവധി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതായും കംഫർട്ട് സ്റ്റേഷന് അനുബന്ധമായുള്ള സെപ്റ്റിക് ടാങ്കിലെ മാലിന്യങ്ങൾ പുറത്തേക്കൊഴുകിയിട്ടും നഗരസഭ അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ലെന്നും BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം ആരോപിക്കുന്നു. അല്ല നമ്മളൊരു ആവശ്യമായിട്ട് അല്ല ഞങ്ങളുടെ മുനിസിപ്പൽ സെക്രട്ടറി എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നത്. അല്ലെ മാഡത്തിന് വരേണ്ട കാര്യമില്ല. ബഹുമാനിച്ചിട്ടാണ് എന്റെ മുന്നിൽ വരുന്ന ഓരോരുത്തരെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എല്ലാവരെയും ഏതൊരു പബ്ലിക്കിനെയും ഞാൻ ബഹുമാനിച്ച് മാത്രമേ ഇന്നേവരെ സംസാരിച്ചിട്ടുള്ളൂ. എല്ലാവരും അത് നിങ്ങളോടും അതുപോലെ ഞാൻ പറഞ്ഞത്. ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു. ഇന്ന് തന്നെ കരാറുകാരൻ അത് നീക്കം ചെയ്യുന്നതാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളോ പറഞ്ഞ നിങ്ങൾക്ക് കരാറുകാരൻ ഞങ്ങൾക്ക് നിങ്ങളുടെ ഉറപ്പാണ് വേണ്ടത്. മുനിസിപ്പാലിറ്റിയുടെ ഉറപ്പാണ് വേണ്ടത്. മുനിസിപ്പാലിറ്റിയുടെ ഉറപ്പാണ് പറഞ്ഞത്. കരാറുകാരൻ ഏറ്റെടുത്തിട്ടുണ്ട്. കരാറുകാരനാണ് നീക്കം ചെയ്യേണ്ടത്. ആ വിവരം കരാറുകാരനെ അറിയിച്ചിട്ടുണ്ട്. കരാറുകാരൻ നീക്കം ചെയ്യണം നഗരസഭയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രവർത്തനം സജ്ജമാവും. അതെ, അതാ പറഞ്ഞേ. വീണ്ടും നാളെ മേഡം വരും, വീണ്ടും കരാറുകാരനെ വരുന്നു പറയുന്നത്. കരാറുകാരൻ കൊടുത്തിട്ട് വേണം പോയിക്കൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഉറപ്പിന് വേണമെന്ന് ഞങ്ങൾ പോകുന്നത്. കരാറുകാരായിട്ട് ഞങ്ങൾ യാതൊരു ബന്ധമില്ല. ഇതിന്റെ അതോറിറ്റി മുനിസിപ്പാലിറ്റിയാണ്. അപ്പം അതേപോലെ ഈ ഇന്ന് രാത്രി തന്നെ മാറ്റാനുള്ള സംവിധാനം ചെയ്യണം. കാര്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ മേഡം ഞങ്ങൾ ഇതിന് അപ്പുറത്ത് വലിയ പ്രതിഷേധമായിട്ട്. മുനിസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും അടിയന്തരമായി മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും വ്യാഴാഴ്ച മുതൽ കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിക്കുമെന്നും ഉറപ്പു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. BJP പുനലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ ആര്യങ്കാവ്, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രൻ, പുനലൂർ വെസ്റ്റ് ഏരിയ ജനറൽ സെക്രട്ടറി ജീവൻ ജോൺ ഹെൻറി, യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ജാൻസി റാണി, മണ്ഡലം ഖജാൻജി ധനേഷ് കരവാളൂർ, നേതാക്കളായ ഗോപകുമാർ, സാവിത്രി, പ്രിൻ പ്രസാദ്, അനി എബ്രഹാം, തോമസ്, പുഷ്പകുമാരി, ഓമനക്കുട്ടൻ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ഒരു പബ്ലിക് ടോയ്ലറ്റ് എന്നുള്ള രീതിയിൽ ഈ മുന്നൂർ മുനിസിപ്പാലിറ്റിയിലെത്തുന്ന ആളുകൾക്ക്
പ്രഭാത കൃത്യങ്ങൾ നടത്തുവാൻ വേണ്ടുന്ന സംവിധാനം എന്നുള്ള രീതിയിൽ KSRTC-യിലുള്ള കമ്പർ സ്റ്റേഷൻ പ്രവർത്തനം നിലച്ചിട്ട് ഇന്നേക്ക് 7 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയുടെ അധീനതയുള്ള കമ്പർ സ്റ്റേഷനാണ്. അതിന് ഈ പ്രവർത്തനം നിലച്ചതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി എന്ന് പറയുന്നത് ആ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു. അങ്ങനെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞിട്ട് 7 ദിവസമായിട്ടും അത് മാറ്റുവാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി തയ്യാറായിട്ടില്ല. അങ്ങനെ BJP-യുടെ ഇന്നത്തെ പ്രതിഷേധത്തിന്റെ ഫലമായിട്ട് ഇന്ന് അടിയന്തരമായി ഇന്ന് രാത്രി തന്നെ അതിന്റെ സെപ്റ്റിക് ടാങ്ക് ക്ലിയർ ചെയ്യാമെന്ന് മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറിയുടെ ഉറപ്പിന്മേലെയാണ് ഞങ്ങൾ ഇന്ന് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പൊന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ചെമ്മന്തൂർ ഉൾപ്പെടെയുള്ള സെന്റ് തോമസ് സ്കൂളിന്റെ അടുത്തുള്ള കമ്പർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കമ്പർ സ്റ്റേഷനുകൾ പ്രവർത്തനരഹിതമായിട്ട് ഇന്നേക്ക് വർഷങ്ങൾ തികയുന്നു. അങ്ങനെ ഈ മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയാണ് ഇന്ന് BJP-യുടെ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് BJP-യുടെ ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.